എ വോം വെൽക്കം ഓൾ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മോളാർ, നോർമൽ, മോളാർ അല്ലെങ്കിൽ പെർസെന്റ് സൊല്യൂഷൻ, ഇങ്ങനെയുള്ള കുറെ അതിന്റെ എന്തൊക്കെയാണ്, അത് എന്താണ്, അതിന്റെ എന്താണ് അതിന്റെ കൺസെപ്റ്റ് എന്താണെന്ന്, അതിന്റെ എക്സാമ്പിൾസ് വെച്ചിട്ട്, പിന്നെ എന്തൊക്കെയാണ് ഇതിങ്ങനെ ഇന്റർ കൺവേർട്ട് ചെയ്യുന്നത്, എങ്ങനെ ഇന്റർ കൺവേർട്ട് ചെയ്യുന്നു, എങ്ങനെ ഡയലൂഷൻസ് ചെയ്യുക എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ ടോപ്പിക്കിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ ഇത് നമ്മൾ പറയുമ്പോൾ ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആദ്യം മനസ്സിലാക്കേണ്ടത് എന്താണ് സൊല്യൂട്ട്, എന്താണ് സോൾവെന്റ്, എന്താണ് സൊല്യൂഷൻ, ഇത് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. സോ എന്താണ് സൊല്യൂട്ട് എന്നാണ് പറയുന്നത്. വാട്ട് ഈസ് സൊല്യൂട്ട്? എ സൊല്യൂട്ട് ഈസ് ദ സബ്സ്റ്റൻസ് ദാറ്റ് ഈസ് ഡിസോൾവ്. അതായത് നമ്മൾ ഇപ്പോൾ വെള്ളത്തിലെടുത്തിട്ട് പഞ്ചസാര, നമ്മൾ പഞ്ചസാര വെള്ളം ഉണ്ടാക്കണം. അപ്പൊ വെള്ളത്തിൽ എടുത്തിട്ട് പഞ്ചസാര ഡിസോൾവ് ചെയ്യുമ്പോൾ ഈ പഞ്ചസാര, ഈ ഷുഗർ ആണ് അതിലെ സൊല്യൂട്ട് ഇൻ എ സോൾവെന്റ് ടു ഫോം എ സൊല്യൂഷൻ. അപ്പോ ഇതന്നെ മൊത്തത്തിൽ ഇനി പറയുന്ന രണ്ട് കാര്യങ്ങൾ കൂടി ഇതന്നെ എക്സാമ്പിൾ യൂസ് ചെയ്യാം. സൊല്യൂട്ട് എന്ന് പറഞ്ഞാൽ പഞ്ചസാര വെള്ളം ഉണ്ടാക്കുമ്പോൾ അല്ലെങ്കിൽ ഉപ്പ് വെള്ളം ഉണ്ടാക്കുന്നു, ആ ഉപ്പ് എടുക്കുന്നു, വെള്ളത്തിൽ ഉപ്പ് മിക്സ് ചെയ്യുമ്പോൾ ഉപ്പാണ് സൊല്യൂട്ട്, വെള്ളമാണ് സോൾവെന്റ്. ഈ ഉപ്പ് വെള്ളത്തിനാണ് നമ്മൾ സൊല്യൂഷൻ എന്ന് പറയുന്നത്. ഇനി സൊല്യൂട്ടിന്റെ പ്രത്യേകതകളാണ് പറയുന്നത്. ഇറ്റ് ക്യാൻ ബി എ സോളിഡ്, പഞ്ചസാര ഉപ്പല്ല, ഒരു ലിക്വിഡ്. നമ്മളിപ്പോ നാരങ്ങ വെള്ളം കലക്കാണ്, അപ്പൊ നമ്മൾ നാരങ്ങ പിഴിയുന്നു, അതിന്റെ സോളിഡ് പാർട്ട് വേണ്ട, അതിന് വെള്ളം വീഴുന്നു, അപ്പൊ അത് ലിക്വിഡ് ആവാം. ഇനി തന്നെ നമുക്ക് ഗ്യാസ് ഡിസോൾവ് ചെയ്യാം. ഇപ്പൊ നമ്മുടെ ഫോർമാലിഡിയുടെ ഗ്യാസിനെ വാട്ടറിൽ ഡിസോൾവ് ചെയ്തിട്ടാണ് ഫോർമലിൻ പ്രിപ്പയർ ചെയ്യുന്നത്. ഹിസ്റ്റോപത്തോളജിയിൽ പഠിക്കുന്നുണ്ട്. അപ്പോൾ ഈ സൊല്യൂട്ട് എന്ന് പറയുന്നത് ഒരു സോളിഡ് ആവാം, ഒരു ലിക്വിഡ് ആവാം, ഒരു ഗ്യാസ് ആവാം. യൂഷ്വലി പ്രസന്റ് ഇൻ സ്മോൾ ക്വാണ്ടിറ്റി ദാൻ എ സോൾവെന്റ്. എപ്പോഴും നമ്മൾ വെള്ളം എടുത്തിട്ട് ഉപ്പ് കലക്കുമ്പോൾ ഒരേ ക്വാണ്ടിറ്റി എടുത്തു കഴിഞ്ഞാൽ അതൊരിക്കലും ഒരു സൊല്യൂഷനായി മാറില്ല. 1 കിലോ ഉപ്പും 1 കിലോ വെള്ളം, ഒരു വെള്ളം കിലോഗ്രാമിൽ തന്നെ എടുക്കുക. അതായത് മോലാലിറ്റിയിലേക്ക് കിലോഗ്രാമിലാണല്ലോ, 1 കിലോഗ്രാം വെള്ളം തന്നെ എടുക്കുക. അപ്പൊ എണ്ണ 1 കിലോഗ്രാം എന്ന് പറഞ്ഞു വരുന്നുണ്ട്. അതിൽ ഡയലൂട്ട് ചെയ്ത ഒരിക്കലും ഒരു സൊല്യൂഷൻ ആവില്ല. അപ്പൊ എപ്പോഴും വളരെ കുറവ് ക്വാണ്ടിറ്റി വരുന്ന ഒരു സാധനം കൂടിയായിരിക്കും ഇതിന്. സാൾട്ട് ഇൻ സോൾട്ട് വാട്ടർ, ഷുഗർ ഇൻ ടീ, ഓക്സിജൻ ഇൻ എയർ. അപ്പൊ സാൾട്ട് ആകുമ്പോൾ സോഡിയം ക്ലോറൈഡ്, അതാണ് അതിലെ സോല്യൂട്ട് എന്ന് പറയുന്നത്. ഷുഗർ ഇൻ ടീ, അപ്പൊ നമ്മുടെ ചായയില് ഉള്ള പഞ്ചസാര ഇടുന്നത്. ദെൻ ഓക്സിജൻ ഇൻ എയർ, നമ്മുടെ എയറിലെ ഓക്സിജൻ ആക്ച്വലി ഒരു സൊല്യൂട്ട് ആണ്. ഓക്സിജൻ എന്ന് പറഞ്ഞ മോളിക്യൂള് എയറിൽ മിക്സ് ആയിട്ട് അങ്ങനെ വരുന്നു. അപ്പൊ അങ്ങനെയും പറയാം. അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ ഗ്യാസ് ഡിസോൾവ് ചെയ്യുന്നത് ഫോർമലിന്റെ കേസിൽ, അങ്ങനെ നമുക്ക് സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കാൻ എക്സാമ്പിളായി കരുതി വെക്കാം. ഇനി വാട്ട് ഈസ് സോൾവെന്റ്? ഇനി നമ്മൾ പറയാൻ പോകുന്നത് സോൾവെന്റ്സിനെ കുറിച്ചാണ്. സോൾവെന്റ്, എ സോൾവെന്റ് ഈസ് ദ സബ്സ്റ്റൻസ് ദാറ്റ് ഡിസോൾവ്സ് ദ സൊല്യൂട്ട്. ഇപ്പൊ സൊല്യൂട്ട് എന്താണെന്ന് ഓൾറെഡി പറഞ്ഞു. ആ സൊല്യൂട്ടിനെ ഡിസോൾവ് ചെയ്യുന്ന സബ്സ്റ്റൻസിനെയാണ് സോൾവെന്റ് എന്ന് പറയാ, ടു ഫോം എ സൊല്യൂഷൻ. അപ്പൊ ഈ സോൾവെന്റും സൊല്യൂട്ടും ഫോം ചെയ്തുണ്ടാവുന്നതാണ് സൊല്യൂഷൻ. ഇറ്റ് ഈസ് പ്രസന്റ് ഇൻ ലാർജ് ക്വാണ്ടിറ്റി, ക്യാൻ ബി വാട്ടർ, ഒരു ഡയലൂട്ടിങ് സബ്സ്റ്റൻസ് ആണ്, അപ്പോ ഡിസോൾവിങ് സബ്സ്റ്റൻസ് ആണ്. സോ വാട്ടർ ആയിരിക്കാം. ആൽക്കഹോളിൽ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ഡിസോൾവ് ചെയ്യുന്നത് നമ്മുടെ കെമിസ്ട്രിയിൽ എല്ലാം യൂസ് ചെയ്യുമ്പോൾ ആൽക്കഹോൾ, ബെൻസീനിൽ ചെയ്യാം. അങ്ങനെ ചില കെമിക്കൽസിനെ സോൾവെന്റ് ആയിട്ട് എടുത്തിട്ട് നമ്മൾ ചെയ്യാം. ആൽക്കഹോൾസ് എടുക്കും, ആൽഡിഹൈഡ്സ് എടുക്കും, അങ്ങനെ എല്ലാം ചെയ്യാറുണ്ട്. വാട്ടർ വരാം, ആൽക്കഹോൾ വരാം, അസറ്റോൺ വരാം. അസറ്റോൺ ഡിസോൾവ് ഇൻ നെയിൽ പോളിഷ്, അസറ്റോൺ ഡിസോൾവ്സ് നെയിൽ പോളിഷ്. അതായത് നമ്മുടെ നെയിൽ പോളിഷ് കളയാൻ നമ്മൾ അസറ്റോൺ ആഡ് ചെയ്യാൻ പറ്റും. കയ്യിലെ നെയിൽ പോളിഷ് കളയാൻ. അത് എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ നെയിൽ പോളിഷിൽ ഈ അസറ്റോൺ തട്ടുമ്പോൾ ഈ നെയിൽ പോളിഷ് അസറ്റോണിൽ ഡിസോൾവ് ആയി പോകും, പിന്നെ അസറ്റോൺ ഇവാപറേറ്റ് ചെയ്ത് പോകും. ആൽക്കഹോൾ എല്ലാം നമ്മൾ ഒരുപാട് കെമിസ്ട്രിയിൽ മെഡിസിൻസ് ഒക്കെ ഡിസോൾവ് ചെയ്യാനും എല്ലാം യൂസ് ചെയ്യുന്നുണ്ട്. ദെൻ സൊല്യൂഷൻ, ഇറ്റ് ഈസ് എ ഹോമോജീനസ് മിക്സർ ഓഫ് സൊല്യൂട്ട് ആൻഡ് സോൾവെന്റ്. ഹോമോജീനസ് ആയിരിക്കും. നമ്മളിപ്പോ ഇത് ഡിസോൾവ് ചെയ്താലും സാച്ചുറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അടിയിൽ പൊടി പോലെ കിടക്കും. എന്നാൽ പോലും മേലെയുള്ളത് ഒരു ഹോമോജീനസ് സൊല്യൂഷൻ ആയിരിക്കും. ഇറ്റ് ഹാസ് എ യൂണിഫോം കോമ്പോസിഷൻ ത്രൂ ഔട്ട്. ഒരിക്കലും ഒരു സൊല്യൂഷനിലെ ഒരു ഭാഗത്ത് ഹയർ കോൺസെൻട്രേഷൻ, ഒരു ഭാഗത്ത് ലോവർ കോൺസെൻട്രേഷൻ വരില്ല. അത് കോമൺ ആയിട്ട് എല്ലാവർക്കും എല്ലാ ഭാഗത്തേക്കും ഈക്വൽ ആയിരിക്കും. യൂണിഫോം കോമ്പോസിഷൻ ആയിരിക്കും ഒരു സൊല്യൂഷന്റെ ഏത് പാർട്ട് എടുത്താലും, പ്രോപ്പർലി മിക്സിങ് കഴിഞ്ഞ ശേഷമാണെങ്കിലും. പാർട്ടിക്കിൾസ് ഓഫ് സൊല്യൂട്ട് ആർ
ഈവൺലി ഡിസ്ട്രിബ്യൂട്ടഡ്. സൊല്യൂട്ട് പാർട്ടിക്കിൾ ഈവൺ ആയിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ടായിരിക്കും. സാൾട്ട് വാട്ടർ ഇതിനെല്ലാം അത് തന്നെയാണ് സൊല്യൂഷൻ പറയുന്നതാണ്. വിനീഗർ, അസറ്റിക് ആസിഡും വാട്ടർ മിക്സ് ചെയ്യുന്നതാണ് വിനീഗർ. ഓക്സിജൻ, നൈട്രജൻ, കാർബൺ ഡൈ ഓക്സൈഡ് മിക്സർ ആണ് എയർ എന്ന് പറയുന്നത്. 78% നൈട്രജൻ, ബാക്കിയുള്ള ഓക്സിജൻ 19% ഓക്സിജൻ വരുന്നുണ്ട്. ഇനർട്ട് ഗ്യാസ് ഒക്കെ 1%, 2% കാർബൺ ഡൈ ഓക്സൈഡ് അങ്ങനെയെല്ലാം വരുന്നത്. സോ അതെല്ലാം വരുന്ന നമ്മുടെ എയർ. ഇതെല്ലാം ഒരു സൊല്യൂഷൻ ആണ്. മറ്റേത് ഗ്യാഷ്യസ് സൊല്യൂഷൻ ആണ്, എയറിൽ വരുന്നതേ ഉള്ളൂ. അപ്പൊ ഇതാണ് സൊല്യൂട്ട്, സോൾവെന്റ്, സൊല്യൂഷൻ. ഇനി നമുക്ക് പഠിക്കാനുള്ളത് ഇതിന്റെ കോൺസെൻട്രേഷൻ, സൊല്യൂഷന്റെ കോൺസെൻട്രേഷനെ ബേസ് ചെയ്ത് നമുക്ക് പറയാൻ പറ്റുന്ന നോട്ട്സ് ആണ്. സൊല്യൂട്ടിന്റെ കോൺസെൻട്രേഷൻ വെച്ചിട്ട് മൊളാരിറ്റി അത് മെൻഷൻ ചെയ്യുക. അത് ഡിനോട്ട് ചെയ്യുന്ന ലെറ്റർ ക്യാപിറ്റൽ എം ആണ്. ക്യാപിറ്റൽ ആണ് എം, അത് ഓർത്ത് വയ്ക്കുക, ക്യാപിറ്റൽ ആണ്. കാരണം ഇവിടെ വരുന്നത് സ്മോൾ എം ആണ്. മൊളാലിറ്റിക്ക് വരുന്നത് സ്മോൾ എം ആണ് മൊളാലിറ്റിക്ക് വരുന്നത്. നോർമാലിറ്റി വരുന്നത് എന്നുള്ള ലെറ്റർ. പെർസെന്റേജ് സൊല്യൂഷൻ നമ്മൾ ഈ സിമ്പിൾ ഉപയോഗിച്ച്, ഈ ചിഹ്നം ഉപയോഗിച്ചിട്ട് പറയുന്നു. അപ്പൊ ഇത്രയും ടൈപ്പ് സൊല്യൂഷൻസ് ഉണ്ട്. ടൈപ്പ് ഓഫ് കോൺസെൻട്രേഷൻ, കോൺസെൻട്രേഷൻ ബേസിൽ ഇത്ര ടൈപ്പ് ഉണ്ട് എന്ന് മനസ്സിലാക്കി വെക്കുക. ഇനി ഫസ്റ്റ് പറയുന്നു മോളാർ സൊല്യൂഷൻ. നമ്മൾ പറയുന്നത് മോളാർ ആണ്. മോളാർ സൊല്യൂഷൻ, മോളാർ സൊല്യൂഷൻ, മൊളാരിറ്റി എം, ക്യാപിറ്റൽ ലെറ്റർ എം ആണ് പറയുന്നത്. ഇതിന്റെ ഡെഫിനേഷൻ എന്ന് പറഞ്ഞാൽ മോൾസ് ഓഫ് സൊല്യൂട്ട്, ലിറ്റർ ഓഫ് സൊല്യൂഷൻ, പെർ ലിറ്റർ ഓഫ് സൊല്യൂഷൻ. മോൾസ് ഓഫ് സൊല്യൂട്ട് പെർ ലിറ്റർ ഓഫ് സൊല്യൂഷൻ. ഈ സൊല്യൂട്ട് ഇത്ര മോൾസ് എടുക്കുക, ആറ്റോമിക് മാസ് അങ്ങനെയാണ് വരിക. അപ്പോ മോൾസ് ഓഫ് സൊല്യൂട്ട് എത്ര മോളുകൾ എടുക്കുന്നു ഇൻ എ ലിറ്റർ ഓഫ് സൊല്യൂഷൻ. മൊളാർ, മൊളാരിറ്റി ലിറ്റർ, 6, ലിറ്ററിന് 6 വരുന്നുണ്ട്, മൊളാറിനും 6 വരുന്നുണ്ട്. അത്ര കൊടുക്കുക. ലിറ്റർ MO LAR വരുന്നുണ്ട്, LATE 6 വരുന്നുണ്ട്. ലിറ്റർ ഓഫ് സൊല്യൂഷൻ. 6 ഓർത്ത് വെച്ചിട്ട് ഇത് പെർ ലിറ്റർ ആണെന്ന് ഓർത്ത് വയ്ക്കാം. അപ്പൊ ഇതിലെങ്ങനെ പ്രിപ്പയർ ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ 1 മോളാർ NaCl പ്രിപ്പയർ ചെയ്യുമ്പോൾ NaCl പറയുമ്പോൾ Na സോഡിയം വരുന്നുണ്ട്, Cl വരുന്നുണ്ട്, Na+Cl- വരുന്നുണ്ട്. അപ്പൊ സോഡിയത്തിന്റെ ഏകദേശം അറ്റോമിക് മാസ് 22.99 വരും. ഇതിന്റെ 34.55 വരും. ഇതാണ് ഇതിന്റെ അറ്റോമിക് മാസ് വരുന്നത്. അപ്പൊ ഇത് കാൽക്കുലേറ്റ് ചെയ്യുന്ന മോൾസ് ഓഫ് സൊല്യൂട്ട് മീൻ വോളിയം ഓഫ് സൊല്യൂഷൻ ഇൻ ലിറ്റർ. അപ്പൊ ഇതിന്റെ മോൾസ് കണക്കാക്കുന്നതാണ്. എത്ര മോൾ വരേണ്ട, മോൾസ് ഓഫ് സൊല്യൂഷൻ എന്ന് പറയും. മോൾസ് കാൽക്കുലേറ്റ് ചെയ്യുന്നതിനാണ്. അറ്റോമിക് മാസ് 22.99 ക്ലോറൈഡിന് 34.5. ഇത് തമ്മിൽ കൂട്ടുമ്പോൾ 58.45 വരും. അപ്പൊ ഇത് കൂട്ടുമ്പോ 58.45 വരും. അതാണ് 58.5 gram ഓഫ് സോഡിയം ക്ലോറൈഡ് ഇൻ 1 ലിറ്റർ ഓഫ് വാട്ടർ. ഇവിടെ ലിറ്റർ ഓഫ് സൊല്യൂഷൻ ആണ് പറയുന്നത്. സോൾവെന്റ് മിക്സ് ചെയ്ത് കഴിയുമ്പോഴാണ് സൊല്യൂഷൻ ആയി മാറുന്നത്. സോ ഇക്വേഷൻ എന്ന് പറയുന്നത് മോൾസ് ഓഫ് സൊല്യൂട്ട് ബൈ വോളിയം ഓഫ്. ഇതൊരിക്കലും നമുക്ക് അങ്ങനെ ഒരു ഇക്വേഷൻ ആയിട്ട് വരില്ല. എന്തായാലും വാല്യൂസ് ഉണ്ട്. അപ്പൊ വെരി കോമൺ ആയിട്ടുള്ള ഈ സോഡിയം ക്ലോറൈഡ് ഇങ്ങനെയൊക്കെ വരാൻ സാധ്യതയുള്ളൂ. എക്സ്ട്രീംലി പോവുകയാണെങ്കിൽ അങ്ങനെ വരാനേ സാധ്യതയുള്ളൂ. നോർമലി ചോദിക്കാൻ സാധ്യത മൊളാരിറ്റി, മോൾസ് ഓഫ് സൊല്യൂട്ട് ഇൻ ഗ്രാം അല്ലെങ്കിൽ ഗ്രാം, കിലോഗ്രാം, ലിറ്റർ, ML ഇങ്ങനെയുള്ള 4 ഓപ്ഷൻ ഒക്കെ തന്നിട്ട് ചോദിക്കാൻ സാധ്യതയുള്ളൂ. അപ്പൊ ഇവിടെ ലിറ്റർ ഓഫ് സൊല്യൂഷൻ ആണ് ഇവിടെ വരുന്നത്. അപ്പൊ ഇതാണ് അതിന്റെ കാൽക്കുലേഷൻ ഫോർമുല. ഇതിന് എക്സാമ്പിൾ ആണ് 1 മോളാർ NaCl പ്രിപ്പയർ ചെയ്യണമെങ്കിൽ 58.5 gram സോഡിയം ക്ലോറൈഡ് ഇൻ 1 ലിറ്റർ ഓഫ് വാട്ടർ. അതാണ് മൊളാരിറ്റി. ഇനി മോളാൽ സൊല്യൂഷൻ, മൊളാലിറ്റി ആണ് ഇവിടെ വരുന്നത്. സ്മോൾ m ആണ് വരുന്നത്. മോളാറും മോളാലും. മൊളാലിറ്റി ഈക്വൽ ടു മോൾസ് ഓഫ് സൊല്യൂട്ട്. ആദ്യത്തെ ഹെഡിങ് അതായത് മേലെ ഒരു മോൾസ് ഓഫ് സൊല്യൂട്ട്, ഇതിൽ ഒരു മാറ്റം വരുന്നില്ല. കിലോഗ്രാം ഓഫ് സോൾവെന്റ്. ഇവിടെ kg ആണ്, അവിടെ ലിറ്റർ ആണ്, ഇവിടെ കിലോഗ്രാം ആണ്. അപ്പോൾ അവിടെ നമ്മൾ സോഡിയം ക്ലോറൈഡ് ഇടുമ്പോൾ 1 ലിറ്റർ സോഡിയം ക്ലോറൈഡ് എടുക്കുന്നത് പകരം ഇവിടെ നമ്മൾ അതേപോലെ തന്നെ 1 കിലോഗ്രാം ഓഫ് വാട്ടർ, സോഡിയം ക്ലോറൈഡ് അല്ല വാട്ടർ എടുക്കുമ്പോൾ, സോഡിയം ക്ലോറൈഡ് 58.5 gram സോഡിയം ക്ലോറൈഡിനെ എടുക്കുക. 1 ലിറ്റർ വാട്ടറിൽ എടുത്താൽ അത് മോളാൽ സൊല്യൂഷൻ ആണ്.
ഒരു കിലോഗ്രാം വാട്ടറിൽ എടുത്താൽ അത് മോളാർ സൊല്യൂഷൻ ആണ്. അപ്പൊ മൊളാരിറ്റി തമ്മിലുള്ള ഡിഫറൻസ്, ഒന്ന് ലിറ്റർ ഓഫ് സൊല്യൂഷൻ ആണ് മൊളാരിറ്റി, ലിറ്റർ 6. മൊളാലിറ്റി എന്ന് വരുമ്പോൾ കിലോഗ്രാം ഓഫ് സൊല്യൂഷനിൽ എടുക്കുമ്പോൾ അത് മൊളാരിറ്റി. അപ്പൊ ഇവിടെ എക്സാമ്പിൾ എന്താ, 58.5 gram sodium chloride in 1 kilogram of water. 1 kilogram of വാട്ടറിലാണ് ഡിസോൾവ് ചെയ്യുക. ഇനി നോർമാലിറ്റി, നോർമൽ സൊല്യൂഷൻ എന്ന് പറയുന്നത്, നോർമാലിറ്റി എന്ന് പറഞ്ഞാൽ ഇക്വലൻസ് ഓഫ് സൊല്യൂട്ട് പെർ ലിറ്റർ ഓഫ് സൊല്യൂഷൻ. നോർമാലിറ്റി എന്ന് പറഞ്ഞാൽ ഇക്വലന്റ് വെയിറ്റ്, ഗ്രാം ഇക്വലന്റ് വെയിറ്റ് ഓഫ് സൊല്യൂട്ട് ബൈ ലിറ്റർ ഓഫ് സൊല്യൂഷൻ. അപ്പൊ 1 നോർമൽ HCl പ്രിപ്പയർ ചെയ്യാൻ എന്ത് ചെയ്യും, 36.5 gram HCl in 1 liter of water. അപ്പൊ ഇതേപോലെ തന്നെ അവിടെ ഉപയോഗിക്കുന്ന നമ്മൾ ഗ്രാം ഇക്വലന്റ് വെയിറ്റ് ആണ്. അപ്പൊ ഒരു HCl മോളിക്യൂളിന്റെ എത്ര വെയിറ്റ് വരും, ഇക്വലന്റ് വെയിറ്റ് എത്ര വരും, HCl. അപ്പൊ അതിന്റെ ഇത് നോക്കിയിട്ട് അതിന്റെ വാലൻസി കൂടി വരുന്നുണ്ട്, അത് പക്ഷെ ഇവിടെ എല്ലാം 1 വരുന്നുണ്ട് എന്നേ ഉള്ളൂ. അപ്പൊ 36.5 gram സോഡിയം ഹൈഡ്രോക്ലോറിക് ആസിഡ് ഇൻ 1 liter of water ഡിസോൾവ് ചെയ്താൽ 1 നോർമൽ HCl ആയിട്ട് മാറുന്നത്. അതാണ് നോർമാലിറ്റി എന്ന് പറയുന്നത്. ഇനി അപ്പൊ മൊളാലിറ്റി നോർമാലിറ്റി കഴിഞ്ഞു. അവിടെ ഇക്വലന്റ് വെയിറ്റ് പെർ ലിറ്റർ ഓഫ് സൊല്യൂഷൻ. അപ്പൊ ഇത് മൂന്നും ഈ എന്താ പറയുക, ഡിനോമിനേറ്ററും ന്യൂമറേറ്ററും ഇതിൽ ചെറിയ ചേഞ്ചസ് വന്നിട്ടാണ് ഇതെല്ലാം മാറുന്നതെന്ന് ഓർത്ത് വെക്കുക. പെർസെന്റേജ് സൊല്യൂഷൻ നമുക്ക് 3 രീതിയിൽ പ്രിപ്പയർ ചെയ്യാം. പെർസെന്റേജ് സൊല്യൂഷൻ 3 രീതിയിൽ പ്രിപ്പയർ ചെയ്യാം. വെയിറ്റ് ബൈ വെയിറ്റ്, അതായത് മാസ് ഓഫ് സൊല്യൂട്ട് ബൈ മാസ് ഓഫ് സൊല്യൂഷൻ ഇൻറ്റു 100. അപ്പൊ അതിന്റെ പെർസെന്റേജ് കിട്ടും. ഇവിടെ ചിലപ്പോൾ നമ്മൾ ഇതെടുക്കുന്നത് വെയിറ്റിലായിരിക്കും എടുക്കുന്നുണ്ടാവും, രണ്ടും സൊല്യൂഷൻ പ്രിപ്പയർ ചെയ്യുമ്പോൾ. അല്ലെങ്കിൽ വെയിറ്റ് ബൈ വോള്യം, ഇതാണ് ഏറ്റവും കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നത്. വെയിറ്റ് ബൈ വോള്യം, മാസ് ഓഫ് സൊല്യൂട്ട് 50 gram in 1 liter of water ഇൻറ്റു 100. ഇത് രണ്ടും ഗ്രാമിൽ എടുക്കുന്നതാണ്, വെയിറ്റ് ബൈ വെയിറ്റ്. ഇവിടെ വെയിറ്റ് ബൈ വോള്യം, ഇറ്റ് ഈസ് എ കോമൺ ടൈപ്പ് എന്ന് പറയുന്നത് വെയിറ്റ് ബൈ വോള്യം ആണ് ഈ കോമൺ ടൈപ്പ് വരുന്നത്. ദെൻ വോള്യം ബൈ വോള്യം, ലിക്വിഡ്സിന് എടുക്കുമ്പോഴാണ് വോള്യം ഓഫ് സൊല്യൂട്ട് വിത്ത് വോള്യം ഓഫ് സൊല്യൂഷൻ, സോൾവെന്റ്, സൊല്യൂട്ട് വിത്ത് സോൾവെന്റ്, ദെൻ ഫൈനലി ഇറ്റ് ഈസ് സൊല്യൂഷൻ. അപ്പൊ ഇതിൽ 10% സോഡിയം ക്ലോറൈഡ് വെയിറ്റ് ബൈ വോള്യം ബൈ 10 gram of NaCl in 100 ml of water. ഇനിയിപ്പോ വോള്യം ബൈ വോള്യം ആണെങ്കിൽ 5% സൾഫ്യൂരിക് ആസിഡ് ആണെങ്കിൽ 5 ml സൾഫ്യൂരിക് ആസിഡും, ആസിഡ് ടു വാട്ടർ ആണ് അതേപോലെ 100 ml ഓഫ് വാട്ടറിൽ ഡിസോൾവ് ചെയ്താൽ 5% വോള്യം ബൈ വോള്യം സൾഫ്യൂരിക് ആസിഡ് ആയി. വെയിറ്റ് ബൈ വെയിറ്റ് വരുമ്പോൾ അത് മിക്കവാറും നമുക്ക് ഒന്നല്ലെങ്കിൽ ഈ രണ്ട് സൊല്യൂഷനും ബൈ വെയിറ്റ് എടുക്കാം. ഇപ്പോൾ 10 gram സൾഫ്യൂരിക് ആസിഡ് എടുക്കുക, 10 അതേപോലെ 100 gram ഡിസ്റ്റിൽ വാട്ടർ എടുത്ത് ഡിസോൾവ് ചെയ്തിട്ടും സൾഫ്യൂരിക് ആസിഡ് വെയിറ്റ് ബൈ വെയിറ്റ് പ്രിപ്പയർ ചെയ്യാം. പക്ഷെ നമ്മൾ കോമൺ ആയിട്ട് അങ്ങനെ ചെയ്യുന്നില്ല. വെയിറ്റ് ബൈ വോള്യം ആണ് സോളിഡ് ലിക്വിഡ് ആണെങ്കിലും, വോള്യം ബൈ വോള്യം ആണ് ലിക്വിഡ് ആയിട്ടാണെങ്കിലും ചെയ്യുന്നത്. അതാണ് പെർസെന്റേജ് സൊല്യൂഷൻ. അപ്പൊ നോർമാലിറ്റി, മൊളാലിറ്റി, പെർസെന്റേജ് സൊല്യൂഷൻ, ഈ 4 ടോപ്പിക് കവർ ചെയ്തു. ഇനി ഡയലൂഷൻ ഓഫ് സൊല്യൂഷൻ, എങ്ങനെ ഡയലൂഷൻ ചെയ്യാന്ന്. അപ്പൊ ഡയലൂട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ, റെഡ്യൂസിങ് കോൺസെൻട്രേഷൻ ഓഫ് എ സൊല്യൂഷൻ ബൈ ആഡിങ് മോർ സോൾവെന്റ്. ഒരു സൊല്യൂഷൻ സോഡിയം ക്ലോറൈഡ് 10% എന്ന് പറയുമ്പോൾ 10 gram സോഡിയം ക്ലോറൈഡ് ഇൻ 100 ml വാട്ടർ. അതിനെ ഡയലൂട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ, നമ്മൾ അതിലേക്ക് ഒരു 50 ml വാട്ടർ കൂടി ആഡ് ചെയ്തു എന്ന് കരുതാം. അപ്പൊ എന്തായി, 150 ml 10 gram ആയി. അല്ലെങ്കിൽ നമ്മൾ ഈ നേരെ ഡബിൾ ആഡ് ചെയ്യുന്നു, 100 ml 100 ആഡ് ചെയ്യുന്നു. അപ്പൊ 10 gram in 200 ml ആയി. അപ്പോൾ അതിന്റെ ഡയലൂഷൻ എങ്ങനെ വരും, ഫൈനലൈസ് ചെയ്തത് ഏറ്റവും മിനിമൈസ് ചെയ്ത് കൊണ്ടുവന്നാൽ 5 gram in 100 ml ആയി. അപ്പൊ നേരിട്ട് പകുതി ഡയലൂഷൻ ആയി. അപ്പൊ ഡയലൂഷൻ എന്ന് പറഞ്ഞാൽ റെഡ്യൂസിങ് കോൺസെൻട്രേഷൻ ഓഫ് എ സൊല്യൂഷൻ ബൈ ആഡിങ് മോർ സോൾവെന്റ്. സൊല്യൂഷന് സോൾവെന്റ് ആഡ് ചെയ്തിട്ടാണ് അതിന്റെ കോൺസെൻട്രേഷൻ നമുക്ക് റെഡ്യൂസ് ചെയ്യാൻ കഴിയും. ഇനി കോൺസെൻട്രേഷൻ കൂട്ടണമെങ്കിൽ സൊല്യൂട്ട് ആഡ് ചെയ്യാം. അതിനൊരിക്കലും ഡയലൂഷൻ എന്ന് പറയില്ല. അതുകൊണ്ടാണ് ഇവിടെ പറയാത്തത്. നമുക്കൊരു ഉപ്പ് എടുത്തു, നമ്മൾ എന്ത് ചെയ്യും, ഒരു ഗ്ലാസ്സിൽ അല്ലെങ്കിൽ ഉപ്പ് വെള്ളം കലക്കി. ഉപ്പ് കൂടുതലാണെങ്കിൽ നമ്മൾ സോൾവെന്റ് ഒഴിക്കും, വെള്ളം ഒഴിക്കും. ഉപ്പ് കുറവാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ഉപ്പിടും, സൊല്യൂട്ട് ഇടും. അങ്ങനെ അതിന്റെ അഡ്ജസ്റ്റ് ചെയ്യാം. So importance, adjusting solution stands for experiments. അപ്പൊ ഇതും കാൽക്കുലേറ്റ് ചെയ്യാൻ ഫോർമുല ഉണ്ട്. നമുക്ക് ഇത്ര പെർസെന്റേജ് പ്രിപ്പയർ ചെയ്യാൻ
അതായത് നമുക്ക് തന്നു ഇപ്പോ 10%, 25 ml 10% സോഡിയം ക്ലോറൈഡ് ആയിരുന്നു. അതിന് നമ്മൾ 7.5% 50 ml പ്രിപ്പയർ ചെയ്യണമെന്നെല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇക്വേഷനിക്ക് അപ്ലൈ ചെയ്താൽ മതി. C1V1 ഈക്വൽ ടു C2V2. C1V1 എന്നുള്ളത് ഇനീഷ്യൽ കോൺസെൻട്രേഷൻ ആൻഡ് വോളിയം ആയിരിക്കും. C2V2 എന്നുള്ളത് ഫൈനൽ കോൺസെൻട്രേഷൻ ഓഫ് ഇതായിരിക്കും. അപ്പൊ ഈ 10 മോളാർ HCl 1 മോളാർ HCl ആവാൻ എത്ര ഡയലൂട്ട്? അത് നമുക്ക് ഈസിയാണ്. 10 മോളാർ 1 മോളാർ ആകുമ്പോൾ 10 ഡയലൂഷൻ വന്നു കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോ C1V1 ഈക്വൽ ടു C2V2. അതിൽ നമ്മൾ എന്താണോ മിസ്സിംഗ് എലമെന്റ് അതിന് നമ്മൾ എക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ വാല്യൂ കിട്ടും. അത് ഡയലൂഷൻ ആണ് പറഞ്ഞത്. ഇനി സീരിയൽ ഡയലൂഷൻ. സീരിയൽ ഡയലൂഷൻ എന്ന് പറഞ്ഞാൽ സ്റ്റെപ്പ് വൈസ് ഡയലൂഷൻ ബൈ എ ഫിക്സ്ഡ് ഫാക്ടർ. നമ്മളിപ്പോ വൈഡാളെല്ലാം ചെയ്യുമ്പോൾ സീരിയൽ ഡയലൂഷനാണ് ചെയ്യുന്നത്. ഫസ്റ്റ് ട്യൂബിൽ 1:40 ആണെങ്കിൽ അടുത്ത ട്യൂബിൽ 1:80, 160, 320 അങ്ങനെ ഡയലൂഷനിൽ പോകുന്നു. അങ്ങനെ ഡയലൂഷനിൽ പോകുന്നതിന് ഒരു ഫിക്സ്ഡ് ഫാക്ടർ ഉണ്ട്. ഈ ഫാക്ടർ എന്ന് പറയുന്നത് നമ്മൾ 50 മൈക്രോലിറ്റർ അല്ലെങ്കിൽ 500 മൈക്രോലിറ്റർ 1 ml വോളിയത്തിന് 500 എടുത്ത് അടുത്ത ട്യൂബിലേക്ക് ആഡ് ചെയ്യുന്നു. അവിടെ 500 വെച്ച് നമ്മൾ സലൈൻ വെച്ചിട്ടുണ്ടാവും. എന്നിട്ട് ഇതിന്ന് പിന്നെ മിക്സ് ചെയ്തിട്ട് 500 എടുത്ത് അടുത്തതിലേക്ക് ആഡ് ചെയ്യുന്നു. അതിന് 500. അപ്പൊ ഇങ്ങനെ ഡയലൂഷൻ കൂടി കൂടി പോകും. അതായത് എത്രയാണ് ആ ട്യൂബിലേക്ക് നമ്മൾ ആഡ് ചെയ്യുന്നത് അതേ വോളിയം അവിടെ എടുത്തു കഴിഞ്ഞാൽ നേരെ ഡബിൾ ഡയലൂഷൻസ് വരും. നേരെ ഹാഫ് എടുത്തു കഴിഞ്ഞാൽ ആ ഡയലൂഷനിൽ മാറ്റം വരും. ഇപ്പൊ ഫസ്റ്റ് ട്യൂബിൽ നിന്ന് 500 എടുത്തു, എന്നിട്ട് സെക്കൻഡ് ട്യൂബിൽ ഓൾറെഡി ഡയലൂട്ടിംഗ് സൊല്യൂഷൻ വാട്ടർ അല്ലെങ്കിൽ വാട്ടർ 250 ഉള്ളൂ, ഇതിലേക്ക് 500 ആഡ് ചെയ്യുന്നു. അപ്പൊ ഡയലൂഷനിൽ അവിടെ ഒരു 25% അല്ലെങ്കിൽ 50% മാറ്റം വന്നു. മറ്റേ നേരെ ഡബിൾ ആണ്, ഇവിടെ 50 വരും. എന്നിട്ട് ഇതിന്ന് 500 അടുത്തേക്ക് ആഡ് ചെയ്യുമ്പോൾ ഇതിന്റെ ഡയലൂഷന്റെ 50% അപ്പുറത്ത് മാറ്റം വരും. അങ്ങനെ നമുക്ക് സീരിയൽ ഡയലൂഷൻ എങ്ങനെ വേണമെങ്കിൽ ചെയ്യാം. അതിൽ ആഡ് ചെയ്യുന്ന ആ ഒരു ഫിക്സ്ഡ് ഫാക്ടർ എന്ന് പറയുമ്പോൾ ആ വോള്യൂം ആണ്. വൈഡാളുടെ കാര്യത്തിൽ വരുമ്പോൾ വോള്യൂം ആണ്. മൈക്രോബിയൽ കൾച്ചർ ഡയലൂഷൻ ഇൻ മൈക്രോബയോളജി. കൾച്ചർ ഡയലൂഷൻ ചെയ്യാം, വൈഡാൾ ചെയ്യാം. ഈവൻ ഇൻ ബയോകെമിസ്ട്രിയിൽ നമുക്ക് നമ്മൾ ഇത് വയ്ക്കില്ലേ, സ്റ്റാൻഡേർഡ് കർവ് വരയ്ക്കുന്ന സമയത്ത് നമ്മൾ ഡയലൂട്ട് ചെയ്യാറുണ്ട്. 100 milligram ഷുഗറിന്റെ സ്റ്റാൻഡേർഡ് കർവ്, അതേപോലെ ഷുഗർ സ്റ്റാൻഡേർഡൈസേഷൻ, കൊളസ്ട്രോൾ സ്റ്റാൻഡേർഡൈസേഷൻ, ഇതെല്ലാം ചെയ്യുന്ന സമയത്ത് ഓരോ കോൺസെൻട്രേഷനും 50, 100, 150, 200, 250 ഇങ്ങനെ 4 കോൺസെൻട്രേഷൻ എടുത്തിട്ട് അതിന്റെ എല്ലാം ഓടി റീഡ് ചെയ്ത് ഗ്രാഫിൽ പ്ലോട്ട് ചെയ്യാൻ നമുക്ക് പറ്റുന്നു. നമ്മൾ ബയോകെമിസ്ട്രിയിൽ ചെയ്തിട്ടുള്ളതാണ്. ഇതെല്ലാം സീരിയൽ ഡയലൂഷനിൽ വരുന്ന കാര്യമാണ്. ഇനി ഇന്റർ കൺവേർഷൻ ഓഫ് സൊല്യൂഷൻ കോൺസെൻട്രേഷൻ. അപ്പൊ എന്ത് ചെയ്യും? മോളാരിറ്റി ഉള്ളതിനെ നോർമാലിറ്റിക്ക് മാറ്റും, നോർമാലിറ്റി ഉള്ളതിനെ മൊളാലിറ്റിയിലേക്ക് മാറ്റും. ഇങ്ങനെ ചെയ്യുന്നതാണ് കൺവേർട്ടിങ് മൊളാരിറ്റി ടു നോർമാലിറ്റി. അപ്പോ നോർമാലിറ്റി ഈക്വൽസ് മൊളാരിറ്റി ഇൻറ്റു വാലൻസി. ഞാൻ നേരത്തെ നോർമാലിറ്റി പറയുമ്പോൾ ഒരു വാലൻസി പറഞ്ഞു. അപ്പൊ ഈ മോളാർ സൊല്യൂഷൻ, മോളാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ആറ്റോമിക് മാസ് വരുന്ന മോൾസ് ബൈ ഇതാ വരുന്നത്, കോൺസെൻട്രേഷനാണ് വരുന്നത്. അപ്പൊ നോർമാലിറ്റിക്ക് മാറ്റുമ്പോൾ ഇക്വലന്റ് വെയിറ്റ് ബൈ വാലൻസി. ഇക്വലന്റ് വെയിറ്റ് വരണമെങ്കിൽ ഇങ്ങനെ വാലൻസി കൂടി വരണം. പെർ 1 ലിറ്റർ ഓഫ് സൊല്യൂഷൻ, രണ്ടും 1 ലിറ്റർ ഓഫ് സൊല്യൂഷൻ ആണ് മൊളാരിറ്റി നോർമാലിറ്റി. സോ അത് അങ്ങനെ തന്നെ വരും. അപ്പൊ മൊളാരിറ്റി ഇൻറ്റു വാലൻസി ഫാക്ടർ, ഏത് സൊല്യൂഷനാണോ ഡയലൂട്ട് ചെയ്യുന്നത് അതിന്റെ വാലൻസി ഫാക്ടർ, അതിനൊരു വാലൻസി ഉണ്ടാവും. HCl ആണെങ്കിൽ ഹൈഡ്രജന് 1 ആണ് വാലൻസി, ക്ലോറൈഡിന് 1 ആണ് വാലൻസി. അങ്ങനെയുള്ള വാലൻസി വെച്ചിട്ട് നമുക്ക് ആ വാലൻസിന്റെ വാലൻസി ഫാക്ടർ കൂടി ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മൊളാരിറ്റിയെ നോർമാലിറ്റിക്ക് കൺവേർട്ട് ചെയ്യാം. 1 മോളാർ H2SO4 ടു നോർമാലിറ്റി ചെയ്യുമ്പോൾ H2SO4ന് ഇതിന്റെ ഇത് വരുമ്പോൾ സൾഫേറ്റ് ഗ്രൂപ്പ് വരുമ്പോൾ മൊത്തം 2 വരും വാലൻസി. അപ്പോൾ 1 മൊളാരിറ്റി ഈക്വൽ ടു 1 മോളാർ ആണ്. അപ്പൊ 1 മോളാർ ഇൻറ്റു 2 ആണ്. വാലൻസി എന്ന് പറയുന്നത് 2 ആണ്. ഇൻ ദ കേസ് ഓഫ് സൾഫ്യൂരിക് ആസിഡ് HCl ആകുമ്പോൾ 1 തന്നെ വരും. അപ്പൊ അത് നോർമാലിറ്റി മാറ്റം വരുന്നില്ല. സോ ഇറ്റ് ഈസ് 2 നോർമൽ. 1 മോളാർ H2SO4 എന്ന് പറഞ്ഞാൽ 2 നോർമൽ H2SO4ന് ഈക്വൽ ആണ്. അങ്ങനെയാണ് ഇത് കൺവേർട്ട് ചെയ്യുക. H2SO4നാണ് ഈ നേരെ ഡബിൾ വരുന്നത്. അപ്പോൾ 10 മോളാർ H2SO4 എന്ന് പറഞ്ഞാൽ 20 നോർമൽ H2SO4 ആയിരിക്കും ബൈ നോർമാലിറ്റി. അപ്പൊ മൊളാരിറ്റി നോർമാലിറ്റി ആണിപ്പോൾ H2SO4ന്റെ കേസ് ആണെങ്കിൽ ഇൻറ്റു 2 ആണ്. HCl, NaCl ഇതിലെല്ലാം അത് മാറി ആ ഫാക്ടറിനനുസരിച്ച് മാറി വരും. ഇനി നോർമാലിറ്റി ടു മൊളാരിറ്റി അത് നേരെ തിരിച്ച് കൺവേർട്ട് ചെയ്യാം.
അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യും, 2 നോർമൽ ഇതിനെ കൺവേർട്ട് ചെയ്തിട്ട് ചെയ്യുമ്പോൾ ഹരിക്കണം 2 ചെയ്താൽ മതി. അവിടെ ഇൻറ്റു ചെയ്ത് ഇവിടെ ഹരിക്കണം 2. ഇതിന്റെ ഫോർമുല എന്ന് പറഞ്ഞാൽ ഇതിന്റെ ഫോർമുല, അതായത് മൊളാരിറ്റി ടു നോർമാലിറ്റി ആണെങ്കിൽ മൊളാരിറ്റി ഇൻറ്റു വാലൻസി ഫാക്ടർ, അത് 2 വരും. ഇവിടെ ആണെങ്കിൽ നോർമാലിറ്റി ബൈ വാലൻസി ഫാക്ടർ. അപ്പൊ നോർമാലിറ്റി എന്ന് പറഞ്ഞാൽ 2 നോർമൽ, വാലൻസി ഫാക്ടർ 2 ഈക്വൽ ടു മോളാർ, 1 മോളാർ. അങ്ങനെ കൺവേർട്ട് ആയിട്ടുണ്ട് നോർമാലിറ്റി മൊളാരിറ്റിയും കൺവേർട്ട് ചെയ്യുന്നത്. ഇനി കൺവേർട്ടിങ് മൊളാരിറ്റി ടു മൊളാലിറ്റി, ഒന്ന് ലിറ്റർ ഓഫ് സൊല്യൂഷൻ ആണ്, ഒന്ന് കിലോഗ്രാം ഓഫ് സൊല്യൂഷൻ ആണ്. അപ്പോ ഇവിടെ നമ്മൾ മൊളാലിറ്റിയിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ സ്മോൾ എം ഈക്വൽ ടു മൊളാരിറ്റി ക്യാപിറ്റൽ എം ഇൻറ്റു 1000, അതിനെ ഫ്രാക്ഷനേറ്റ് ചെയ്യാനാണ്, ഇൻറ്റു ഡെൻസിറ്റി. ആ സൊല്യൂഷന് ഇത്ര ഡിഗ്രിയിൽ എത്ര ഡെൻസിറ്റി ഉണ്ട്, ആ ഡെൻസിറ്റി വെച്ചിട്ടാണ് വെയിറ്റ് വരിക. ഡെൻസിറ്റി ഇൻറ്റു 1000 മൈനസ് മൊളാരിറ്റി ഇൻറ്റു മോളാർ മാസ്. ഇപ്പൊ സോഡിയം ഇതിന്റെ മോളാർ മാസ് എത്ര വരുന്നു ചോദിച്ചു കഴിഞ്ഞാൽ സോഡിയം ക്ലോറൈഡ് ആണെങ്കിൽ 58.5, റൗണ്ട് ചെയ്ത് 5. അപ്പൊ ആ ഫാക്ടർ ഡയലൂട്ട് ചെയ്തിട്ട് അപ്പൊ ഈ അപ്ലിക്കേഷൻ, ഈ ഇക്വേഷൻ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു മോളാർ സൊല്യൂഷനെ കൺവേർട്ട് ചെയ്യാം. ഇനി പെർസെന്റേജ് സൊല്യൂഷൻ ടു മോളാരിറ്റി. അപ്പൊ വെയിറ്റ് ബൈ വോള്യം, ഇതാണ് നമ്മുടെ സ്റ്റാൻഡേർഡ് ഡയലൂഷൻ ടു മോളാരിറ്റി ഈക്വൽ ടു പെർസെന്റേജ്. ഇപ്പൊ ഒരു 90% സൊല്യൂഷൻ ആണെങ്കിൽ വേണ്ട 60% സൊല്യൂഷൻ ആണ്, 90 വേണ്ട, 60% സൊല്യൂഷൻ ഇൻറ്റു 10 ചെയ്യുമ്പോൾ 600. പിന്നെ അത് ഏതാണോ അതിന്റെ മോളാർ മാസ്, സോഡിയം ക്ലോറൈഡ് ആണെങ്കിൽ നമ്മൾ അതിൽ ഇപ്പോൾ 58.5 ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നതാണ് ഈ പെർസെന്റേജ് സൊല്യൂഷൻ എത്ര മോളാർ ആണെന്നുള്ളത്. അപ്പൊ ഫാക്ടർ എന്താണോ, വാല്യൂ എന്താണോ അത് ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാൻ പറ്റും. സോഡിയം ക്ലോറൈഡ് ആണെങ്കിൽ 58.5, ഇപ്പൊ 60 ആണെങ്കിൽ 600/58. അപ്പൊ ഏകദേശം നമുക്ക് വരുന്നത് 10 എന്നുള്ളൊരു വാല്യൂ വരാനുള്ള 10 പോയിന്റ് സംതിങ്, അല്ലെങ്കിൽ 11 ഒക്കെയാണ് ഇതിന് വരാൻ ചാൻസ് ഉള്ളൂ, ആൻസർ വരാൻ ചാൻസ് ഉള്ളൂ. സോ 60% സോഡിയം ക്ലോറൈഡ് സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ ഏകദേശം 11 മോളാർ സോഡിയം ക്ലോറൈഡ് ആയിട്ട് വരും. സോ മൊളാരിറ്റി എന്ന് പറഞ്ഞാൽ ഇതിന്റെ കൺക്ലൂഷൻ ആണ്. മൊളാരിറ്റി എന്ന് പറഞ്ഞാൽ മോൾസ് പെർ ലിറ്റർ ആണ്. മൊളാലിറ്റി എന്ന് പറഞ്ഞാൽ മോൾസ് പെർ കിലോഗ്രാം ഓഫ് സോൾവെന്റ് ആണ്. നോർമാലിറ്റി എന്ന് പറഞ്ഞാൽ ഇക്വലന്റ് വെയിറ്റ് പെർ ലിറ്റർ തന്നെയാണ്. ഇവിടെ 2 ലിറ്റർ ആണ്, ഇത് കിലോഗ്രാം ആണ്. പെർസെന്റേജ് സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ എക്സ്പ്രസ്ഡ് ഇൻ വെയിറ്റ് പെർ വോളിയം ഓർ വെയിറ്റ് ബൈ വെയിറ്റ്, അല്ലെങ്കിൽ വോളിയം ബൈ വോളിയം. ഇത് ഏത് രീതിയിലും പെർസെന്റേജ് സൊല്യൂഷൻ ചെയ്യാം. നോർമലി നമ്മൾ സൊല്യൂഷൻ പ്രിപ്പയർ ചെയ്യുമ്പോൾ ഒരു സോൾവെന്റ്, ഒരു സൊല്യൂട്ടും ആണ് ഉണ്ടായിരിക്കുക. അത് മിക്കവാറും നമ്മൾ വെയിറ്റ് ബൈ വോളിയം ആണ് ചെയ്യാറുള്ളത്. അപ്പൊ ഈ ടോപ്പിക്കിൽ നമ്മൾ എന്താണ് നോർമൽ സൊല്യൂഷൻ, എന്താണ് മോളാർ സൊല്യൂഷൻ, എന്താണ് മോളാൽ സൊല്യൂഷൻ, എന്താണ് പെർസെന്റേജ് സൊല്യൂഷൻ, എങ്ങനെ ഇത് ഇന്റർ കൺവേർട്ട് ചെയ്യാം എന്നെല്ലാമാണ് ഈ ടോപ്പിക്കിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത്.